പ്രഭാത വാർത്ത വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന എം സുരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വിധി ഇന്ന്. മതചിഹ്നം ഉപയോഗിച്ച് വോട്ട് പിടിച്ച കെ ബാബുവിന്റെ വിജയം അസാധുവാക്കണം എന്നാണ് ഹർജിയിലെ ആവശ്യം. ജസ്റ്റിസ് PG അജിത് കുമാറാണ് വിധി പറയുക. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, നിർണായകമായ വിധിയാണ്, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന വിധിയാണ്. കോടതിയിൽ നിന്ന് എന്ത് തീരുമാനമുണ്ടായാലും അത് പ്രചാരണ രംഗത്തും സജീവമാകും. എപ്പോഴേക്ക് ഈ നിർണായക വിധി പ്രതീക്ഷിക്കാം ശ്രീകാന്ത്? ഇന്നുച്ചയ്ക്ക് 2 മണിക്കാണ് ഈ കേസ് കോടതി പരിഗണിക്കാൻ പോകുന്നത്. ജസ്റ്റിസ് PG അജിത് കുമാറിന്റെ ബെഞ്ചാണ് ഈ കേസിൽ വിധി പറയുന്നത്. നേരത്തെ ഇതിൽ വാദം പൂർത്തിയാക്കി ഇന്ന് വിധി പറയാനായി മാറ്റിവെച്ചതുമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിലെ കെ ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് എം സ്വരാജാണ് ഈ ഹർജി നേരത്തെ നൽകുകയുണ്ടായത്. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിച്ചു എന്നും അത്തരത്തിൽ ജയിച്ച കെ ബാബുവിന്റെ വിജയം റദ്ദാക്കണം, ഇതാണ് സ്വരാജിന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളത്. വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ച് നൽകി എന്നാണ് മറ്റൊരു ആരോപണമായി എം സ്വരാജ് ഉയർത്തുന്നത്. കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കും എന്ന രീതിയിൽ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി എന്നും എം സ്വരാജ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ അയ്യപ്പൻ ഒരു വോട്ട് എന്ന തരത്തിൽ ചുവരെഴുതി എന്നൊരു ആക്ഷേപം കൂടി അദ്ദേഹത്തിനെതിരെ, കെ ബാബുവിനെതിരെ ഉയർന്നിട്ടുണ്ട്. ഏതാണ്ട് 1000-ൽ താഴെ വോട്ടിനാണ് കെ ബാബു കഴിഞ്ഞ തവണ ജയിക്കുകയുണ്ടായത്. ഈ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അവിടെ. അതിനാൽ തന്നെ ഇന്നത്തെ വിധി ഏറെ നിർണായകമാണ്. കെ ബാബുവിന് ഏത് തരത്തിൽ ആശ്വസിക്കാമോ അതോ തിരിച്ചടിയാണോ എന്നറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. വോട്ടെടുപ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനിടയിൽ എന്ത് തരത്തിലുള്ള വിധി വന്നാലും അത് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അത് പ്രചാരണ രംഗത്ത് വലിയ ചർച്ചാ വിഷയമായി മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇന്ന് കെ ബാബുവിന് നിർണായക ദിവസമാണ്. 2 മണിക്കാണ് വിധി. ജസ്റ്റിസ് PG അജിത് കുമാറാണ് വിധി പറയുന്നത്. ശരി, ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉച്ചയ്ക്ക് 2 മണിക്കാണ് നിർണായകമായ വിധി വരാൻ പോകുന്നത്. രാഷ്ട്രീയ കേരളം ആ വിധിക്കായി ഹൈക്കോടതിയിലേക്ക് ഉറ്റുനോക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ കുരുക്ക് മുറുക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRലും തമ്മിലെ സാമ്പത്തിക ഇടപാട് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. CMRL ഉദ്യോഗസ്ഥരെ ED ഇന്ന് ചോദ്യം ചെയ്യും. ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനെയാണ് ചോദ്യം ചെയ്യാനായി കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. എക്സാലോജിക് കരിമണൽ കമ്പനിയായ CMRൽ നിന്ന് നൽകാത്ത സേവനത്തിന് 1,72,00,000 രൂപ കൈപ്പറ്റിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. SFI അന്വേഷണം തുടരുന്നതിനിടയിലാണ് EDയുടെ നീക്കം. അന്വേഷണത്തിന്റെ ഭാഗമായി എക്സാലോജിക്കിനും ED വരും ദിവസങ്ങളിൽ നോട്ടീസ് നൽകിയേക്കും. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ED കസ്റ്റഡിയിലെടുത്ത രേഖകൾ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കാൻ പോകുന്നു. രേഖകൾ ED കസ്റ്റഡിയിലെടുത്തതിനാൽ അന്വേഷണം പൂർത്തിയാക്കാനാകുന്നില്ല എന്നാണ് ഹർജിയിൽ പറയുന്നത്. രേഖകൾ വിട്ടുകൊടുക്കാനാകില്ല എന്ന് ED നേരത്തെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ലഭിക്കുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. കായംകുളം CPIMൽ വീണ്ടും പൊട്ടിത്തെറി. മുൻ ഏരിയ കമ്മിറ്റി അംഗവും രാജിവെച്ചിരിക്കുന്നു. ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരിയും മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രനുമാണ് രാജിവെച്ചത്. പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്താണ് രാജി എന്നാണ് ഇരുവരുടെയും പ്രതികരണം. മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, നമുക്കറിയാം തെരഞ്ഞെടുപ്പ് കാലമാണ്, വോട്ടെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ ഈ പ്രാദേശിക നേതാക്കളുടെ രാജി, അതിനെ നേതൃത്വം കാണുന്നത് എങ്ങനെയാണ്? ഈ പാർട്ടിയിലെ വിഭാഗീയതയിൽ മനംനൊന്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്താണ് ശരിക്കുള്ള പ്രശ്നം? മനീഷ് മഹിബാൽ. റീജിത്ത്, കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം കടുത്ത വിഭാഗീയത തുടരുന്ന ഏരിയ കമ്മിറ്റിയാണ് കായംകുളം. നേരത്തെ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് കായംകുളത്ത് നിഖിൽ തോമസിന്റെ വ്യാജ ഡിഗ്രി വിവാദത്തോട് തന്നെ വലിയ വിവാദമായ ഒരു ഏരിയ കമ്മിറ്റിയാണ് കായംകുളം ഏരിയ കമ്മിറ്റി. ഇവിടെ പ്രധാനപ്പെട്ട, അതായത് 25 വർഷമായി അവിടെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിപിൻ C ബാബുവിന്റെ അമ്മ KL പ്രസന്നകുമാരി, ഒപ്പം തന്നെ നേരത്തെ പാർട്ടിയിൽ നിന്നും നടപടിയെടുത്ത് സസ്പെൻഷനിൽ കഴിയുന്ന മറ്റൊരു നേതാവായിട്ടുള്ള ജയചന്ദ്രൻ, അങ്ങനെ 2 പേരാണ് പാർട്ടി നിലവിൽ രാജിക്കത്ത് നൽകിയിട്ടുള്ളത്. ജയചന്ദ്രൻ ഫേസ്ബുക്കിൽ കൂടെയാണ്, അതായത് സമൂഹ മാധ്യമങ്ങളിൽ കൂടെയാണ് താനും തന്റെ കുടുംബാംഗങ്ങളും പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. പ്രസന്നകുമാരി
CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് കത്തയച്ചത്. പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഒന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KH ബാബുജാനെതിരെയാണ്. അതായത് ബാബുജാൻ നേതൃത്വം നൽകുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ബാബുജാനും കൂടെ വലിയ വിഭാഗീയത പ്രവർത്തനം നടക്കുന്നു. ഈ വിഭാഗീയത പ്രവർത്തനങ്ങളിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളിലുള്ള 100 കണക്കിന് പ്രവർത്തകരാണ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തടക്കം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അടിച്ചൊതുക്കുന്നു. തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെയൊക്കെ തന്നെ മാറ്റി നിർത്തുന്നു. അത്തരത്തിൽ വലിയ കടുത്ത മാനസിക പീഡനം അനുഭവിക്കുന്നു എന്നും പ്രസന്നകുമാരി കത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ മറ്റു പ്രതിപക്ഷ പാർട്ടികളുമായി ചർച്ചകൾ നടത്തിയതായി സൂചനകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ കോൺഗ്രസ് ആണോ ബി ജെ പി ആണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളടക്കം വിഭാഗീയത ഉണ്ടാക്കുന്നു. കൂടുതൽ ആളുകൾ കൂടി പാർട്ടി വിടുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി കത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും വലിയ ആരോപണമാണ്. 25 വർഷമായി പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന പ്രസന്നകുമാരി, ഒപ്പം തന്നെ 15 വർഷക്കാലം കായംകുളം പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നതാണ്. ഒപ്പം തന്നെ ഡിജേന്ദ്രൻ നേരത്തെ ഡിവൈഎഫ്ഐയുടെ അടക്കം നേതാവാണ്. ഡിവൈഎഫ്ഐയുടെ ഏരിയ സെക്രട്ടറി ആണ്. കരിയിലക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ആയിരുന്നു. അത്തരത്തിൽ രണ്ടുപേർ രാജിവെക്കുന്നു. വരും ദിവസങ്ങളിൽ 100 കണക്കിന് ആളുകൾ രാജിവെക്കും എന്നുള്ള മുന്നറിയിപ്പും ഈ കത്തിലുണ്ട്. ശരി, മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാർട്ടിയിലെ വിഭാഗീയതയുടെ തുടർച്ച എന്നോണം കായംകുളം CPM-ൽ വീണ്ടും പൊട്ടിത്തെറിയുണ്ടാകുന്നു. ഏരിയ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി അംഗവുമാണ് രാജിവെച്ചിരിക്കുന്നത്. രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനവും പാർട്ടി അംഗത്വവും രാജിവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആം ആദ്മി പാർട്ടി ഉന്നതതല നേതാക്കൾ ഇന്ന് യോഗം ചേരും. പാർട്ടിയുടെ മുഴുവൻ MLA-മാരുടെയും MP-മാരുടെയും കൗൺസിലർമാരുടെയും യോഗം ഉടൻ വിളിച്ചു ചേർക്കും എന്നാണ് പാർട്ടി നേതാക്കൾ നൽകുന്ന വിവരം. നിലവിലെ സാഹചര്യങ്ങൾക്കൊപ്പം തുടർ പ്രചാരണങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും. അതേസമയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിലും തുടർന്നുള്ള പ്രതിഷേധങ്ങളിലും പാർട്ടിയുടെ ഭൂരിഭാഗം MP-മാരും പ്രതികരിക്കാതെ വിട്ടുനിൽക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് വിമർശനമുണ്ട്. സഞ്ജയ് സിംഗ്, സന്ദീപ് പഥക്, NT ഗുപ്ത എന്നീ 3 രാജ്യസഭാ MP-മാർ മാത്രമാണ് സജീവമായി രംഗത്തുള്ളത്. രാഘവ് ചന്ദ, ഹർഭജൻ സിംഗ് അടക്കമുള്ള MP-മാർ ഇതുവരെ സമൂഹ മാധ്യമങ്ങളിൽ പോലും പ്രതികരിക്കാത്തത് BJP ഇതിനോടകം ചർച്ചയാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച ശേഷിക്കെ പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിൽ ദേശീയ നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും 15-നെത്തും. LDF-നായി CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും 16 മുതൽ പ്രചാരണത്തിന് ഇറങ്ങും. തിരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ദേശീയ നേതാക്കളെ ഇറക്കി പരമാവധി വോട്ടുറപ്പിക്കാനാണ് മുന്നണി നീക്കം. 15-ന് കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി തൃശൂരിലും തിരുവനന്തപുരത്തും പ്രചരണത്തിനിറങ്ങും. മോദിക്ക് പിന്നാലെ അമിത്ഷാ, JP നദ്ദ, രാജ്നാഥ് സിംഗ് എന്നിവരും കേരളത്തിലെത്തും. 15-ന് കോഴിക്കോട് നടക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ പങ്കെടുത്തുകൊണ്ടാണ് രാഹുൽ പ്രചരണം തുടങ്ങുക. UDF-നായി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ 16-ന് തിരുവനന്തപുരത്തും കണ്ണൂരിലും എത്തും. പിന്നാലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, സച്ചിൻ പൈലറ്റ് എന്നിവരെ ഇറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് നീക്കം. 16 മുതൽ 21 വരെ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ LDF-നായി സീതാറാം യെച്ചൂരിയും പ്രചാരണത്തിനിറങ്ങും. 24 തിരുവനന്തപുരം. ചാലക്കുടിയിലും ആലത്തൂരിലും LDF അട്ടിമറി പ്രവചിച്ച് 24 മെഗാ പ്രീപോൾ സർവേ. പാലക്കാട്, ഇടുക്കി മണ്ഡലങ്ങൾ UDF നിലനിർത്തുമെന്നാണ് സർവേയിൽ പങ്കെടുത്ത കൂടുതൽ പേരുടെയും അഭിപ്രായം. ഏറ്റവും കൂടുതൽ സാമ്പിൾ പരിശോധിച്ചാണ് തെരഞ്ഞെടുപ്പ് സാധ്യതകൾ 24 മുന്നോട്ട് വയ്ക്കുന്നത്. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനസാമാന്യം ഇതിനോടകം തീരുമാനമെടുത്തുറച്ചിരിക്കുമ്പോൾ ആ പൊളിറ്റിക്കൽ തീരുമാനം തേടി നമ്മൾ ആ മണ്ഡലങ്ങളിൽ തന്നെയാണ്. ആകാംക്ഷയുടെ അങ്ങേയറ്റം അപ്രവചനീയ മണ്ഡലങ്ങൾ. വെൽക്കം 24 ഇലക്ഷൻ സർവേ സെക്കൻഡ് റൗണ്ട്, ഫോർത്ത് ഡേ. അട്ടിമറികൾ കൊണ്ട് മുന്നണികളെ പലതവണ ഞെട്ടിച്ച മണ്ഡലമാണ് ചാലക്കുടി. നിലവിൽ UDF-ന്റെ സിറ്റിംഗ് സീറ്റ്. ബെന്നി ബെഹനാനും C രവീന്ദ്രനാഥും കളത്തിലിറങ്ങുമ്പോൾ ചാലക്കുടിയിൽ മത്സരം കടുക്കുമെന്നാണ് പ്രവചനം. LDF സ്ഥാനാർത്ഥി C രവീന്ദ്രനാഥിന് അനുകൂലമാണ് സർവേ ഫലം. സർവേയിൽ പങ്കെടുത്ത 41.4% പേരുടെ പിന്തുണ ഇടത് സ്ഥാനാർത്ഥിക്കാണ്. ബെന്നി ബെഹനാന് 39.1%, NDA സ്ഥാനാർത്ഥി KA ഉണ്ണികൃഷ്ണന് 12.8% പിന്തുണ ലഭിച്ചു. ആലത്തൂരിലും ഇത്തവണ അട്ടിമറി സംഭവിക്കുമെന്നാണ് പ്രവചനം. LDF സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ K രാധാകൃഷ്ണന് അനുകൂലമായാണ് സർവേയിൽ പങ്കെടുത്ത 46.5% പേരും പ്രതികരിച്ചത്. UDF സാരഥിയും സിറ്റിംഗ് MP-യുമായ രമ്യ ഹരിദാസിനെ 41.7% പേർ അനുകൂലിച്ചപ്പോൾ NDAയുടെ ഡോക്ടർ TN സരസുവിനു വേണ്ടി കൈ ഉയർത്തിയത് 9.6% പേർ മാത്രം. UDF-ന്റെ കോട്ടകളിലൊന്നായ ഇടുക്കിയിൽ മാറ്റത്തിന് സാധ്യതയില്ലെന്നാണ് സൂചന. സർവേയിൽ പങ്കെടുത്തവരിൽ 47.2% പേരും UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ പിന്തുണച്ചു. LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് 39.6% പേരുടെയും NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥിന്
12.3% പേരുടെയും പിന്തുണയാണ് ലഭിച്ചത്. പാലക്കാട് മികച്ച പോരാട്ടത്തിന് വേദിയാകുമെന്നാണ് സർവേ ഫലം. UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായി VK ശ്രീകണ്ഠനെ സർവേയിൽ പങ്കെടുത്ത 39.7% പേർ അനുകൂലിച്ചപ്പോൾ 36.9% പേരാണ് LDFന്റെ A വിജയരാഘവന് സാധ്യത പ്രവചിച്ചത്. C കൃഷ്ണകുമാറിനെ അനുകൂലിച്ചത് 22.1% പേർ. 16 മണ്ഡലങ്ങളുടെ സർവേ ഫലം പുറത്തുവന്നപ്പോൾ 10 മണ്ഡലങ്ങളിൽ UDFനും 6 മണ്ഡലങ്ങളിൽ LDFനുമാണ് മുൻതൂക്കം. ഇലക്ഷൻ ഡെസ്ക് 24. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്നതായിരുന്നു 24 പ്രീപോൾ സർവേയുടെ 4ാം ഘട്ടത്തിലെ ബിഗ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് സർവേയിൽ പങ്കെടുത്ത 6.3% പേർ അഭിപ്രായപ്പെട്ടു. മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് 10.4% മാത്രം. മണ്ഡലം തിരിച്ചുള്ള അഭിപ്രായ സർവേക്കൊപ്പമാണ് വോട്ടിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തേടിയുള്ള 24 പ്രീപോൾ സർവേയുടെ ബിഗ് ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വോട്ടേഴ്സ് എങ്ങനെ വിലയിരുത്തുന്നു? സർവേയിൽ പങ്കെടുത്ത 33% കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം ശരാശരിയെന്ന് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നിങ്ങൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? വളരെ മികച്ചെന്ന് പറയുന്നത് 4.3, മികച്ചത് 8.4, ആവറേജ് ശരാശരി ഒക്കെ 31.8%, മോശമെന്ന് പറയുന്നത് 28.8, വളരെ മോശം എന്ന് പറയുന്നവർ 26.7% ആളുകൾ. അവിടെയും 31.8% ആളുകൾ ആവറേജാണ് കേന്ദ്ര സർക്കാർ എന്ന് പറയുകയാണ്. സർവേയിൽ പങ്കെടുത്തവരിൽ 26.7% മോശമെന്നും 23.6% വളരെ മോശമെന്നും വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനം വളരെ മികച്ചതെന്ന് അഭിപ്രായപ്പെട്ടത് 6.3% മാത്രം. 10.4% മികച്ചതെന്ന അഭിപ്രായമുള്ളവർ. കേരളം പറഞ്ഞ ഉത്തരം, സ്റ്റേറ്റ് വൈഡ് പറഞ്ഞ ഉത്തരം ഇങ്ങനെയാണ്: വളരെ മികച്ചതെന്ന് പറഞ്ഞവർ 6.3%, മികച്ചതെന്ന് പറയുന്നവർ 10.4%, ശരാശരി ആവറേജ് ആണ്, ഓക്കെയാണ് എന്ന് പറയുന്നവർ 33%, മോശമെന്ന് പറഞ്ഞവർ 26.7%, വളരെ മോശമെന്ന് പറയുന്നവർ 23.6%. വരും ദിവസങ്ങളിലും 24 മെഗാ പ്രീപോൾ സർവേക്കൊപ്പം പ്രധാന വിഷയങ്ങളിൽ വോട്ടേഴ്സിന്റെ മനസ്സറിയാം. ഇലക്ഷൻ ഡെസ്ക് 24. 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് പത്തനംതിട്ട മണ്ഡലത്തിലാണ്. പത്തനംതിട്ട പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വൈകിട്ട് 4 മണിക്കാണ് സംവാദം നടക്കുക. CPIM നേതാവ് PB ഹർഷകുമാർ, കോൺഗ്രസിൽ നിന്ന് പഴകുളം മധു, BJPയിൽ നിന്ന് ബിജു മാത്യു എന്നിവരാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നത്. 24 അവതാരകൻ വേണു ബാലകൃഷ്ണനാണ് ചർച്ച നയിക്കുക. ആ പ്രദേശത്തുള്ള മണ്ഡലങ്ങളിലുള്ള എല്ലാവരും ഈ സംവാദവേദിയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ, അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു വേദിയാണ്, അത് ഉപയോഗപ്പെടുത്തുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലം പിടിക്കണമെങ്കിൽ വടകരയിലെയും ആലത്തൂരിലെയും കോഴിക്കോട്ടെയും വോട്ടുകൾ കൂടി ഉറപ്പിക്കേണ്ട അവസ്ഥയാണ്. അതിന് പിന്നിലെ കഥ കുറച്ച് സർപ്രൈസിംഗ് ആണ്. വടകരയിലാണുള്ളത്. ചേട്ടാ, ഇലക്ഷനൊക്കെയാണ്, ആർക്കാ വോട്ട്? ഞാൻ രവീന്ദ്രനെ വോട്ട് ചെയ്യും. ഇപ്പോൾ ആലത്തൂറാണുള്ളത്. ഇത് ചേച്ചി, ഇപ്പോൾ ആർക്കാ വോട്ട്? ശശി തരൂരിനാ. ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. ചേട്ടാ, ഇത്തവണ ആർക്കാ വോട്ട്? രാജീവ് ചന്ദ്രശേഖരന്, BJP കാൻഡിഡേറ്റ്. ഇത് മൂന്നും കേട്ടപ്പോൾ തന്നെ ആശയക്കുഴപ്പമായിട്ടുണ്ടാകുമല്ലോ. വടകരയിൽ എങ്ങനെ പന്ന്യൻ രവീന്ദ്രനും, ആലത്തൂർ എങ്ങനെ ശശി തരൂരും, കോഴിക്കോട് എങ്ങനെ രാജീവ് ചന്ദ്രശേഖറും സ്ഥാനാർത്ഥിയാകും? ഈ വടകരയിലും ആലത്തൂരും കോഴിക്കോടുമെല്ലാം മത്സരിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും ഒക്കെ തന്നെയാണ്. പാറശാല നിയോജക മണ്ഡലത്തിലെ പെരുങ്കടവിള പഞ്ചായത്തിലെ മാരായിമുട്ടത്തിനടുത്തുള്ള വാർഡാണ് വടകര. ഇതേ പഞ്ചായത്തിലെ മറ്റൊരു വാർഡാണ് ആലത്തൂർ. കുന്നത്തുകാലിൻ്റെയും പെരുങ്കിടവിളയുടെയും അതിർത്തി പ്രദേശമാണ് കോഴിക്കോട്. കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ ഈ നാടുകൾ ഇതേ പേരിലാണ് അറിയപ്പെടുന്നത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ സ്ഥലപ്പേരെങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ തെക്കുള്ള പ്രദേശത്തിന് വന്നെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എൻ്റെ അച്ഛൻ്റെ കാലത്ത്, അവരുടെ അച്ഛൻ്റെ കാലത്ത് മുതൽ ഈ പേര് തന്നെ ഇവിടെ നിലയ്ക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് തന്നെ 40-40 വർഷത്തോളമായി. അതിന് മുമ്പേ ഉള്ള പേരാണല്ലോ ഇത്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ കാലത്തുള്ള പേരാണത്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥലത്തിന് വേറെ പേരില്ല, എങ്ങനെ വന്നൊന്നുമില്ല. ത്രികോണപ്പോരിനൊടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് ആര് തന്നെ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയാലും അവർ വടകരയുടെയും ആലത്തൂരിന്റെയും കോഴിക്കോടിന്റെയും കൂടി ജനപ്രതിനിധികളാണ്. എ വി ജയശങ്കർ, 24, തിരുവനന്തപുരം. ഗ്യാരണ്ടികൾ തമ്മിലുള്ള പോരാട്ടമാണ് കർണാടകയിൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിച്ച 5 ഗ്യാരണ്ടികളാണ് മോദി ഗ്യാരണ്ടിക്ക് ബദലായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നത്.
കർണാടകയിലും തെലങ്കാനയിലും പരീക്ഷിച്ച് വിജയിച്ച തന്ത്രം ദേശീയ തലത്തിൽ മഹിളാ ന്യായ് ഗ്യാരണ്ടിയായി അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിലെ ഗ്യാരണ്ടി ക്യാമ്പയിനുകളുടെ തുടക്കം കർണാടകയിലായിരുന്നു. കഴിഞ്ഞ വർഷം കർണാടകയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവതരിപ്പിച്ച 5 ഗ്യാരണ്ടികളാണ് അവരുടെ വിജയത്തിൽ പ്രധാന ഘടകമായി മാറിയത്. എല്ലാ വീടുകളിലും 200 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി. ഓരോ കുടുംബത്തിലെയും ഒരു സ്ത്രീക്ക് പ്രതിമാസം 2000 രൂപ. BPL കുടുംബങ്ങളിലെ ഓരോ അംഗത്തിനും 10 കിലോ സൗജന്യ അരി. ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. തൊഴിലില്ലാത്ത ബിരുദധാരികൾക്ക് 2 വർഷത്തേക്ക് പ്രതിമാസം 3000 രൂപ. ഇങ്ങനെ 5 ഗ്യാരണ്ടികൾ. കർണാടക നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കോൺഗ്രസ് ഗ്യാരണ്ടി കാരണമായെന്നാണ് BJPയുടെ മറുപ്രചാരണം. എന്നാൽ ഒരു പ്രതിസന്ധിയുമില്ലാതെ ഒരു വർഷത്തിനിടെ 5-ൽ 4 ഗ്യാരണ്ടികളും നടപ്പിലാക്കാൻ കഴിഞ്ഞുവെന്നാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വേദികളിൽ ആവർത്തിച്ചു പറയുന്നത്. ഒരു കാര്യം തീർച്ച, കർണാടകയിൽ മോദി ഗ്യാരണ്ടിയും കോൺഗ്രസ് ഗ്യാരണ്ടിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ്. മോദി ഈസ് എ ഗ്യാരണ്ടി, ബട്ട് ഐ ലൈക്ക് കോൺഗ്രസ്. ഐ വാണ്ട് ടു ബി കോൺഗ്രസ്. I don't like the Modi, this one. I don't like Modi only. I like only Congress. Whoever come party, no problem. Leader, but I want Congress should come. Modi is guarantee. తెలియదు. మోదీకి మాత్రం గ్యారంటీ. మోదీ ఇటు ఇటు విన్నా. കർണാടകയ്ക്ക് പുറമെ തെലങ്കാനയിലും പരീക്ഷിച്ചു വിജയിച്ച തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മോദി ഗ്യാരണ്ടിക്ക് ബദലായി ദേശീയ തലത്തിൽ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് മുന്നിൽ ഗ്യാരണ്ടികളുടെ പെരുമഴയാണ്. ബംഗളൂരുവിൽ നിന്ന് സജിൽ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24. ഗസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവിന്റെ 3 മക്കൾ കൊല്ലപ്പെട്ടു. ഇസ്മായിൽ ഹനിയയുടെ 3 പേരക്കുട്ടികളും കൊല്ലപ്പെട്ടതായി വിവരമുണ്ട്. പെരുന്നാൾ ദിനത്തിൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണമുണ്ടായത്. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മെറിൻ, പെരുന്നാൾ ദിനത്തിൽ ഈ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാൻ ഇവർ പോയതിനിടയിലാണ് ആക്രമണമുണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു. ഈ ഹമാസ് നേതാവിന്റെ കുടുംബത്തെ ലക്ഷ്യമിട്ട് തന്നെ നടന്ന ആക്രമണമാണോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുണ്ടോ മെറിൻ? റിജിത്ത്, ഗസയിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹാനിയുടെ 3 മക്കളും അതുപോലെ തന്നെ 4 പേരക്കുട്ടികളും ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് ഹമാസ് തന്നെ ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നു. ഈദ് ദിനത്തിൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ ഇവർ സന്ദർശനം നടത്തുകയായിരുന്നു. ഇതിനിടെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ ഇവർ കൊല്ലപ്പെട്ടിരുന്നത്. എന്നാൽ ഈ ഒരു ആക്രമണം കുടുംബാംഗങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു ആക്രമണത്തിൽ നിന്നും തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഹമാസ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള നീക്കത്തിൽ തങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോകില്ലെന്ന് ഹമാസ് നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നു. കെയ്റോയിൽ ഗസയിൽ വെടിനിർത്തലിനെ സംബന്ധിച്ച് കെയ്റോയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ തന്നെ ഇതിനകത്ത് പ്രതികരിച്ചിരിക്കുന്നത്. അതായത് ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തി എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് ഈ ഒരു ആക്രമണത്തെ വിലയിരുത്തപ്പെടുന്നത്. ഈദ് ദിനത്തിൽ തന്നെയായിരുന്നു ഈ ഒരു ആക്രമണം. ഈ ഒരു ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ സന്ദർശിക്കാനെത്തിയ സമയത്താണ് ഇത്തരത്തിൽ ഇവർ സഞ്ചരിച്ച കാറിന് നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുകയായിരുന്നു. ഗസയിലും അതുപോലെ തന്നെ റഫേലും ആക്രമണം കടുപ്പിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരുന്നു റഫേൽ കരയാക്രമണം നടത്തുന്നതിനുള്ള തീയതി നാൾ കുറിച്ചു കഴിഞ്ഞു, ഉടൻ തന്നെ ഇത് ഉണ്ടാകുമെന്ന് പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ ഒരു പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിൽ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഹമാസ് നേതാവിന്റെ മക്കളും അതുപോലെ തന്നെ പേരക്കുട്ടികളും കൊല്ലപ്പെട്ടിരിക്കുന്നത്. റിജിത്ത്, ശരി. മെറിൻ മേരി ചാക്കോ ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അന്തരിച്ച സിനിമാ നിർമ്മാതാവ് ഗാന്ധിമതി ബാലന്റെ സംസ്കാരം ഇന്ന് നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അയ്യങ്കാളി ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും.
ആദാമിൻ്റെ വാരിയലിലെ പഞ്ചവടി പാലം, മൂന്നാം പക്കം, തൂവാനത്തുമ്പികൾ, അങ്ങനെ നിരവധി ചിത്രങ്ങൾ, ശ്രദ്ധേയമായ ഒരുപാട് ക്ലാസിക് ചിത്രങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പ്രതിഭയാണ് നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുന്നത്. മദ്രസാധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതിനെതിരായ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. വിചാരണ കോടതി വിധി അനുചിതവും നീതിന്യായ ബോധത്തെ ഞെട്ടിക്കുന്നതുമാണ് എന്നാണ് സർക്കാരിന്റെ വാദം. പോലീസ് സംഘത്തിന്റെ ഭാഗത്ത് വീഴ്ചയില്ല എന്നും സർക്കാർ പറയുന്നു. സാക്ഷിമൊഴികൾ വിലയിരുത്തുന്നതിൽ വിചാരണ കോടതിക്ക് വീഴ്ച സംഭവിച്ചു എന്നും വിധി റദ്ദാക്കണം എന്നുമാണ് സർക്കാരിന്റെ ആവശ്യം. സംസ്ഥാനം ചുട്ടുപൊള്ളുകയാണ്. ഇന്നും താപനില ഉയരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ താപനില 41 ഡിഗ്രി സെൽഷ്യസ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ പലയിടങ്ങളിലും 40 ഡിഗ്രിക്ക് മുകളിൽ തന്നെ ചൂട് രേഖപ്പെടുത്തി. അത് 40 ഡിഗ്രിക്ക് മുകളിൽ തന്നെ നിൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. കാലാവസ്ഥാ വകുപ്പിന്റെ പാലക്കാട് ജില്ലയിലെ ഓട്ടോമാറ്റിക് സ്റ്റേഷനുകളിൽ 40 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഈ മാസം 13 വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും പ്രവചനമുണ്ട്. റമദാൻ വിഷു ചന്തയ്ക്ക് വിലക്കേർപ്പെടുത്തിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ സംസ്ഥാന സർക്കാരിന്റെ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കവേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. വോട്ടർമാരെ സ്വാധീനിച്ചേക്കുമെന്നും മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് കൺസ്യൂമർ ഫെഡിന്റെ ആവശ്യം എന്നുമാണ് കമ്മീഷൻ വ്യക്തമാക്കിയത്. ജനങ്ങളെ സ്വാധീനിക്കാനുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരുന്നു. തൃശൂർ അരിമ്പൂർ ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. 1973-74 SSLC ബാച്ചിലുണ്ടായിരുന്നവരാണ് ഒത്തുചേർന്നത്. 24 തൃശൂർ ഔട്ട് സ്റ്റേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ടീം അംഗം മണികണ്ഠൻ കുറുപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. അക്ഷരത്തണലിൽ ഇത്തിരി നേരം എന്ന പേരിലാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത്. 50 വർഷം മുൻപ് അരിമ്പൂർ ഹൈസ്കൂളിൽ 4 ഡിവിഷനുകളിലായി 10ാം ക്ലാസ് പഠിച്ചത് 156 പേർ. അതിൽ 75 പേർ വിദ്യാലയത്തിൽ ഒത്തുകൂടി. പഠിപ്പിച്ച അധ്യാപകരിൽ 13 പേർ ജീവനോടെയില്ല. 9 അധ്യാപകർക്ക് ശാരീരിക അവശതകൾ മൂലം വീട് വിട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. ഓർമ്മ നഷ്ടപ്പെട്ടവരും കൂട്ടത്തിലുണ്ട്. എങ്കിലും ഇവരെ മാറ്റി നിർത്താൻ പഴയ വിദ്യാർത്ഥികൾക്ക് മനസ്സു വന്നില്ല. വീടുകളിലെത്തി ഉപഹാരം നൽകി ആദരിച്ച ശേഷമാണ് സംഗമവേദിയിലെത്തിയത്. 3 അധ്യാപകർ നേരിട്ട് പങ്കെടുത്തു. ഇവർ ഭദ്രദീപം തെളിയിച്ചതോടെ 50 വർഷങ്ങളുടെ ഓർമ്മകൾ ചിറകടിച്ചു. മൺമറഞ്ഞ സഹപാഠികളെയും അധ്യാപകരെയും അനുസ്മരിച്ചു. വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗം പ്രശസ്ത വാദ്യകലാകാരൻ പരക്കാട്ട് തങ്കപ്പൻ മാരാരുടെ മകൻ മഹേശ്വരൻ, പേരക്കുട്ടികളായ മോഹിത്, മഹാദേവൻ എന്നിവർ സോപാന സംഗീതം ആലപിച്ചു. അധ്യാപകരായ നാരായണിക്കുട്ടി, വിനോദിനി, ചെമ്പകം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. 24 തൃശൂർ.